ഹലോ ഗായ്സ്, ഇന്നൊരു സിമ്പിൾ മേക്കപ്പ് ആയാലോ. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ആദ്യം എടുത്തേക്കുന്നത് പോൺസിന്റെ മോയ്സ്ചറൈസ് ക്രീം ആണ് കേട്ടോ. നമ്മുടെ നോർമൽ സ്കിൻ ടോണുകാർക്കൊക്കെ നല്ല യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. അപ്പോൾ നമ്മൾ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും ഒരുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മുടെ സ്മഡ്ജ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഞാൻ എടുത്തേക്കുന്നത് ലാക്മിയുടെ സൺ പ്രൊട്ടക്ഷൻ ക്രീം ആണ് കേട്ടോ. എനിക്ക് മമ്മാരത്തും ലാക്മിയാണ് അത്യാവശ്യം നല്ലതായിട്ട് തോന്നിയേക്കുന്നത്. വേറൊരു ക്രീം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് അത്ര നന്നായിട്ട് ഫീൽ ചെയ്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഇതാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഞാൻ എടുക്കുന്നത് ലാക്മിയുടെ 950 ആണ് CC ക്രീമാണ്. ഇത് അത്യാവശ്യം നല്ലൊരു ക്രീമാട്ടോ. എൻ്റെ പേജിൽ ഞാൻ ഇതിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയി വിസിറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മൾ എപ്പോഴും ക്രീം ഇടുമ്പോൾ ഇതുപോലെ ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുന്ന കേട്ടോ നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും എത്താൻ ചാൻസ് കുറവാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഡാസെല്ലാറിൻ്റെ കോമ്പാക്ട് പൗഡർ ആണ് കേട്ടോ. എൻ്റെ ബ്രഷൊക്കെ ഉണ്ടായിരുന്നു, ഈ മൂസ് അതൊക്കെ നശിപ്പിച്ചു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ സ്പഞ്ച് വെച്ച് തന്നെ ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഞാൻ എടുത്തേക്കുന്നത് ഒരു വാട്ടർ പ്രൂഫിൻ്റെ ഐലൈനറാണ്. ഇതിൻ്റെ ജാം എത്താറായിട്ടോ ഗൈസ്. കാരണം വെച്ചാൽ ഞാനിത് കുറേ വർഷങ്ങളായി ഉപയോഗിക്കുന്നു. കാരണം 2 കൊല്ലമെങ്കിലും ആയിട്ടുണ്ട് ഈ ഒരു ഐലൈനർ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആണ് എല്ലാവർക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എഴുതുമ്പോൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇത് കുറേ മണിക്കൂറുകൾക്ക് ശേഷവും. അതുകൊണ്ട് എനിക്ക് ഈ ഒരു ഐലൈനർ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മൾ മസ്കാര ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ ആ വാട്ടർ പ്രൂഫിൻ്റെ ഐലൈനർ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് സെറ്റാക്കി കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ മസ്കാര തീർന്നു പോയി ഗൈസ്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഒരു പൊട്ടൊന്ന് നല്ല രീതിയിലൊന്ന് തൊടുന്നുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പൊതുവേ ഞാൻ ചെറിയ ഡോട്ടാട്ടോ ഇടുന്നത്. പിന്നെ ഞാൻ വല്ല ഫംഗ്ഷൻ പോവാമെങ്കിൽ മാത്രമേ ഇച്ചിരി വലിയ പൊട്ട് ഇടൂ കേട്ടോ. അല്ലാത്തപ്പോൾ എപ്പോഴും ബ്ലാക്കിൻ്റെ ആളാണ് ഞാൻ. അടുത്തിട്ട് ഞാൻ എടുത്തിരുന്നത് ഡാസെല്ലാറിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇത് നമ്മുടെ DC25 ആണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് ന്യൂഡ് കളറാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്, എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആണ്. സത്യം പറഞ്ഞാൽ ഞാൻ എവിടെ പോയാലും ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് കുറേ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഉണ്ട്, പക്ഷെ എനിക്ക് ഒക്കെയും ഇഷ്ടമുള്ളതും എലഗൻ്റ് ആയിട്ടുള്ളതും ഒരു കളറായിട്ട് തോന്നിയിട്ടുള്ള ഇതാണ് കേട്ടോ. പേഴ്സണലി ഞാൻ ആരുടെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ലിപ്സ്റ്റിക്കിനെ പറ്റിയാണ് പറയുന്നത്. കാരണം എനിക്കത് ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആണ്. പിന്നെ ഞാൻ എൻ്റെ മുടി കെട്ടാനായിട്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് മുടി കെട്ടുന്നത്. അതുകൊണ്ട് നമ്മളുടെ ഏതാണോ വശം എന്ന് വെച്ചാൽ അതാണ് എടുത്തത്. ഞാൻ ലെഫ്റ്റ് സൈഡാണ് കേട്ടോ കൂടുതൽ എടുത്തേക്കണത്. ലെഫ്റ്റ് സൈഡ് എടുത്ത് നോക്കാമല്ലോ എന്ന് കരുതി, അല്ലെങ്കിൽ എപ്പോഴും ഞാൻ റൈറ്റ് സൈഡാണ് ഇടുന്നത്. അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് ലെഫ്റ്റ് സൈഡ് എടുത്ത് നോക്കിയാണ് കേട്ടോ. 2 സൈഡിൽ നിന്നും കുറച്ച് മുടി എടുത്ത് പുറകോട്ട് സ്ലൈഡ് കുത്തി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനം ഉണ്ടല്ലോ, ഫ്രണ്ടിൽ നിന്ന് കുറച്ച് മുടി എടുത്തിടും. സത്യമായി എനിക്ക് കുറച്ച് ഫ്ലോപ്പായി പോയി ഗൈസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ഓയിലൊക്കെ ഇട്ടാണ് വാഷ് ചെയ്തത് എൻ്റെ മുടി. അതുകൊണ്ട് കുറച്ച് ഫ്ലോപ്പായി പോയി. കാരണം എന്ന് വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കണ ഒരു പ്ലാനൊന്നും അല്ല ഇരുന്ന് വെച്ചത്. അതുകൊണ്ട് കുറച്ച് എന്താ പറയുക, മുടിയൊക്കെ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് ചിമുക്ക. നമ്മൾ സാരിയുടെ കൂടെ കൂടുതലും ഇതാണ് സൂട്ടബിൾ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എന്താണ് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഈ ഒരു ഇയറിങ്സ് എൻ്റെ ഒരു ഫ്രണ്ട് വാങ്ങി തന്നതാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഈ ഒരു ഇയറിങ്സ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ വളകളൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കാസിയുടെ ഒരു വാച്ചാട്ടോ എടുത്തേക്കണം. അത് ഞാൻ കയ്യിൽ കെട്ടും. സത്യം പറഞ്ഞാൽ വളയൊക്കെ ഇടുന്ന എനിക്ക് എന്തോ ഗോൾഡ് വളയൊക്കെ എനിക്ക് ഇടുന്ന ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. വല്ലപ്പോഴും റെയർ ആയിട്ട് അങ്ങ് ഉപയോഗിച്ചാലായി, അല്ലാതൊന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. സിമ്പിളായിട്ടുള്ള ലുക്കായിട്ട് ഞാനിവിടെ കാണിച്ചത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെറിയ ചെറിയ പ്രൊഡക്റ്റൊക്കെ ഉപയോഗിച്ച് സിമ്പിളായിട്ട് സുന്ദരിയാകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഫൈനൽ. എൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഗൈസ്? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം.